പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല പകലിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടി ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങളുടെയും ജീവിതത്തിൽ നൽകിയ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഒരു ദിനം കൂടെ ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് നൽകിയല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കാൾ ആരോഗ്യമുള്ള, നമ്മളെക്കാൾ കഴിവുള്ള എല്ലാ നിലകളിലും ഉന്നതന്മാരായ എത്രയോ പ്രിയപ്പെട്ടവർ. കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഓർക്കണ്ട, ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഈ നിമിഷം ഈ ഭൂമിയിൽ ജീവനോടെ ഇരിപ്പാൻ കഴിവില്ലാതിരിക്കുമ്പോൾ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ നമ്മളെ കർത്താവ് ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ: അവനെ സ്തുതിക്കണം, അവനെ സ്തുതിക്കണം. ദൈവമക്കളെ, നാം എത്രത്തോളം നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്നുവോ ആ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്തുതികളിലാണോ എൻ്റെ കർത്താവ് അധിവസിക്കുന്നത് എന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ നമുക്കിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നും നമുക്ക് ഇന്ന് പകൽക്കാലം നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പൻ്റെ മുഖമൊന്ന് കണ്ട് അപ്പനിൽ നിന്ന് ഒരു വാക്ക്, ദൈവമക്കളെ, ചില സന്ദർഭങ്ങളിൽ മണിക്കൂറുകളുടെ പ്രസംഗങ്ങളൊന്നും നമുക്ക് വേണ്ട, ഒരൊറ്റ വാക്ക് മതി, ഒരൊറ്റ വാക്ക് മതി നമ്മളെ ഒത്തിരി ബലപ്പെടുത്തുവാൻ ഇടയായി തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് നമ്മൾ ചുരുക്കമായി ദൈവസന്നിധിയിൽ നിന്ന് പകൽക്കാലമായി കർത്താവിൻ്റെ അഭിഷക്തൻ പ്രൈസ് പ്രിയ സഹോദരങ്ങളോട് ഒരുമിച്ച് യാത്രയിലായിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവരുടെ യാത്രയിലും കൂടെ ഇരുന്ന് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യാത്രയെക്കുറിച്ച് സാക്ഷ്യത്തിൽ പറയാം. പ്രൈസ് ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് അതിന് സമയങ്ങളെടുക്കും. അതുകൊണ്ട് പ്രൈസ് ലോർഡ്, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്ത വളരെ വേഗത്തിൽ ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി പ്രൈസ് ലോർഡ്, സ്തോത്രം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 19, 19-ാമത്തെ വാക്യം നമ്മൾ വളരെ എപ്പോഴും വായിക്കുന്ന, ചിന്തിക്കുന്ന വേദഭാഗം എല്ലാവരും ഒന്ന് എടുക്കണം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 19. എൻ്റെ ദൈവമോ, നമ്മൾ നിർത്തി വായിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോട് തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇതിനേക്കാൾ വലിയൊരു പ്രോമിസ്, ഇതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് നമുക്ക് ഈ ഭൂമിയിൽ വേണ്ട. സ്തോത്രം. നമുക്ക് ആ ചിന്തയിലേക്ക് വളരെ വേഗത്തിൽ നോടി വരാം. നമ്മൾ ആ വേദഭാഗത്തെ ഒന്ന് വിശകലനം ചെയ്തിട്ട് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, വളരെ വേഗത്തിൽ ഞാൻ കർത്താവ് തന്ന ആലോചനയിലേക്ക് പോകാം. എൻ്റെ ദൈവമോ, ഇന്ന് പകലിൽ നമുക്ക് ആത്മാർത്ഥമായി സിൻസിയറായി പറയുവാൻ കഴിയുമോ? ഈ ദൈവം എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം എൻ്റെ ദൈവമാണ്. വചനം പറയുന്നു, നാം പറയുന്നു അവൻ എൻ്റെ ദൈവമാണ്. കർത്താവ് നമ്മളെ നോക്കി പറയുവാൻ കഴിയുന്നോ? ഇവൻ എൻ്റെ മകനാണെന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ഇവൻ എൻ്റെ കുഞ്ഞാണെന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് വരണം. നമുക്ക് ഒരു വൺ സൈഡാണ് നമ്മൾ. എൻ്റെ ദൈവമോ, നമ്മൾ എപ്പോഴും പറയും എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആവശ്യം വരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മളെ നോക്കി പറയണം, ഇതെൻ്റെ കുഞ്ഞാണ്, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ്, ഇതെൻ്റെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, കൊച്ചുമകളാണ്, കൊച്ചുമകനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ, ഇത് നമുക്ക് ഒത്തിരി സന്തോഷം. എൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ എൻ്റെ കർത്താവ് തീർത്തു തരും. എങ്ങനെയാ തീർത്തു തരുന്നേ? പ്രൈസ് ദി ലോർഡ്, തൻ്റെ മഹത്വത്തോട്. ഇന്ന് പകൽക്കാലം നാം ഈ ആലയം വിട്ട് കടന്നു പോകുമ്പോൾ പറയട്ടെ, ഈ ആഴ്ചയിൽ എൻ്റെ കർത്താവ് തൻ്റെ മഹത്വത്തോട്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹി വിൽ റിവീൽ ഹിസ് ഗ്ലോറി ഇൻ മൈ ലൈഫ്. അവൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടുത്തും. അതേത് രീതിയിലും ആയിക്കൊള്ളട്ടെ. ഒരുപക്ഷെങ്കിൽ നിന്റെ ഒരു ചെറിയ പ്രാർത്ഥനയുടെ മറുപടി ആയിട്ടായിരിക്കാം. ഒരുപക്ഷെ നിന്റെ അനാരോഗ്യത്തെ ആരോഗ്യകരമായ നിലയിൽ കൊണ്ടുപോകുന്നതിലായിരിക്കാം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കഴിക്കുന്ന പ്രാർത്ഥനയെങ്കിൽ ആ സാന്നിധ്യം നിന്നിൽ വെളിപ്പെടുന്നതിനാലായിരിക്കാം അവന്റെ മഹത്വം നമ്മൾ വെളിപ്പെടുന്നത്. തൻ്റെ മഹത്വത്തോട്. അടുത്തത്, തൻ്റെ ധനത്തിനൊത്തവണ്ണം. സ്തോത്രം. ഇതിനകത്തിൽ അംബാനിയും, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അദാനിയും ഇലോൺ മസ്കും ഇവിടുത്തെ ഉള്ള സകലരും കൂടെ സമപ്പ് ചെയ്ത് വെച്ചാലും
എൻ്റെ അപ്പൻ്റെ ധനത്തിൻ്റെ പ്രൈസോ അതിന് അംശമൊന്നും പറയാനൊന്നുമില്ല. കാരണം അഖിലാണ്ടത്തിന്റെ ഉടയവനായവനാണ് എൻ്റെ ദൈവമെന്ന് പറയുവാൻ സകലത്തെയും ഉളവാക്കിയവൻ, സകലത്തെയും തന്റെ വാക്കിനാൽ സൃഷ്ടിച്ചവൻ പറയുക, എൻ്റെ ധനത്തിന് ഒത്തവണ്ണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, നമ്മൾ സേവിക്കും ദൈവം ആരാ? ഞാൻ ചോദിക്കട്ടെ, ഇത് വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണോ നാം അവനെ ആരാധിക്കുന്നത്? ഇത് അറിഞ്ഞുകൊണ്ടാണോ നാം അവനെ സ്തുതിക്കുന്നത്? ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആ വാക്കൊന്ന് അടിവരയിടണം, പൂർണ്ണമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിന്റെ മേൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് എൻ്റെ അപ്പൻ ആ നിലവിളി കേട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഞാനതിനെ പൂർണ്ണമായി തീർത്തു തരും. അതിനൊരു മറുപടി ഞാൻ അയച്ചിട്ടുണ്ട്, അത് നീ നിശ്ചയമായി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകലിലെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ചിന്തയ്ക്ക് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കും: ഡു നോട്ട് പുട്ട് ലിമിറ്റ് ഓൺ ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഇൻ അവർ ലൈഫ്സ്. ദൈവം നമ്മളിൽ നൽകുവാൻ ആഗ്രഹിക്കുന്ന നന്മകൾക്ക് നാം ഒരു ലിമിറ്റ് വയ്ക്കരുത്. സ്തോത്രം. ഇത് നമ്മൾ പെട്ടെന്ന് പോകുന്ന എപ്പോഴും നമ്മുടെ ഭൗമിക നന്മകളും നമ്മുടെ ആരോഗ്യത്തിലേക്കാണ്. എന്നാൽ ഇന്ന് പകലിൽ അതെല്ലാം ദേ ആർ ഗിവൺ. സ്തോത്രം. പക്ഷെ ഈ ദിനങ്ങളിൽ നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ആത്മീയ നിറവുകളുടെ ആ വാഗ്ദത്തങ്ങൾക്ക് നാം ഒരു ലിമിറ്റ് വയ്ക്കരുത്. ദൈവമക്കളെ, നമ്മളെ ഇവിടെ ആക്കി വെച്ച് നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ ഈ ആരാധനയിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആരാധനകൾ ഈ സമയം നടക്കുകയാണ്. എന്നാൽ സ്വർഗം കുനിഞ്ഞു നോക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ യഥാർത്ഥമായി ആരാധിക്കുന്നു എന്ന് എൻ്റെ അപ്പന് ചൂണ്ടി പറയുവാൻ കഴിയുന്ന ഒരാരാധന ഈ ആരാധനാലയത്തിൽ നിന്ന് വെളിപ്പെടുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്, അവിടെയാണ് ദൈവമഹത്വം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഡു നോട്ട് പുട്ട് ലിമിറ്റ്സ്, ഡു നോട്ട് പുട്ട് ബൗണ്ടറീസ് അറൗണ്ട് ഹെവൻലി ബ്ലെസ്സിങ്സ് ഇൻ യുവർ ലൈഫ്സ്. വ്യക്തിപരമായി നമ്മുടെ ഭവനത്തോട് ബന്ധിച്ച്, നമ്മുടെ തലമുറകളോട് ബന്ധിച്ച്, നമ്മുടെ സഭയോട് ബന്ധിച്ച്, നാം ജോലി ചെയ്യുന്ന മേഖലകളിൽ, നാം ശുശ്രൂഷിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് നാം ബൗണ്ടറി വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ബൗണ്ടറി വെക്കും. ബൗണ്ടറി വെച്ച ചില പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് അവിടെ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഒന്ന് പറഞ്ഞിട്ട് ഇരിപ്പനാകെ കൃത്യസമയത്ത് നിർത്തും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. കാരണം ഇത് ജീവിതത്തിൽ വ്യക്തമായ അനുഭവം. ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കം വാക്കിൽ ഒടുവിൽ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ബൗണ്ടറി വെക്കാതെ ദൈവസ്ഥൽ നിലവിളിച്ചാൽ എൻ്റെ കർത്താവ് സ്വർഗം ചായിച്ച് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാനാവിൽ ഹല്ലേലൂയ ഭവനത്തിൽ ആരുടെയൊക്കെയോ കാൽ കഴുകുവാനായിട്ടിരുന്ന ചില കൽപാത്രങ്ങളെ എൻ്റെ കർത്താവ് എടുത്ത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ വാക്കിനാൽ അതിലേക്ക് വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ ആർക്കും രുചിച്ചു നോക്കിയാൽ ഹല്ലേലൂയ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അതിനെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി തോന്നിയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ തള്ളപ്പെട്ടവനായിരിക്കാം. പുറംപറമ്പിൽ യാതൊരു സാധ്യതകളുമില്ലാതെ നീ തള്ളപ്പെട്ടവനാണെങ്കിൽ എൻ്റെ കർത്താവ് പറയുന്നു, നിന്റെ മേൽ എൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറായാൽ മതി. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ, ഒരു എംപ്റ്റി വെസലായി, ഒരു എംപ്റ്റി വെസലായി. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് പറയാം, but a cleansed vessel. I am an empty vessel, but by your blood, by your word, by the Holy Spirit, cleanse me this morning. കർത്താവ് തൻ്റെ അഭിഷേകത്തെ ഇറക്കുന്നത്, തൻ്റെ അനുഗ്രഹത്തെ വാരിച്ചൊറിയുന്നത് ശുദ്ധീകരിക്കപ്പെട്ട പാത്രങ്ങളിലേക്കാണ്. ഇന്ന് പകൽ അപ്പനോട് പറയാം, അപ്പാ,
എനിക്ക് ഒരു ശുദ്ധീകരണം ഈ പകലിൽ ആവശ്യമാണ്. തൻ്റെ അഭിഷക്ത ദാസൻ ഓർപ്പിച്ചതുപോലെ ശുദ്ധീകരണത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് ചെല്ലുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ നിറച്ച് അയക്കുന്നൊരു പകലായിത്തീരും. ഈ ആഴ്ച നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ചകളെ പോലെ ആയിരിക്കത്തില്ല. കഴിഞ്ഞ അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടികൾ കാണുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കുന്ന ഒരാഴ്ചയായി ഈ ആഴ്ചയെ മാറ്റും. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? വളരെ വേഗത്തിൽ നമ്മുടെ ചിന്തയിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 17 verse 18. ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ, അടുത്ത വാക്ക് ഇല്ല മോനെ, ഒരു നിമിഷം. ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് നമ്മൾ പറയുന്നത് എന്താ? മതി. കർത്താവോടെ കൊണ്ട് നിർത്തിയോ? കുറിവാക്കി ഓർക്കണം, ഇന്നത്തെ മെസ്സേജിന് തലക്കെട്ട് ഓർക്കണം, ഡി നോട്ട് ലിമിറ്റ്. മതി എന്ന് പറഞ്ഞ് അബ്രഹാം മാറി നിൽക്കുമ്പോൾ അപ്പൻ പറഞ്ഞ വാക്ക് അടുത്ത വാക്ക്. എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത് മതി അല്ല. ഇന്ന് പകലിൽ നീ മതി എന്ന് പറയുന്നിടത്ത്, ഇത് മതി എന്ന് പറയുന്നിടത്ത്, എന്നെ കൊണ്ട് ഇതേ കഴിയത്തുള്ളൂ എന്ന് പറയുന്നിടത്ത്, എനിക്ക് ഇത്രയുമേ ഉള്ളൂ, എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, എൻ്റെ കുടുംബ മഹിമയനുസരിച്ച്, എൻ്റെ മറ്റ് സാഹചര്യങ്ങൾ അനുസരിച്ച്, എൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് അനുസരിച്ച് എനിക്കിതേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്നിടത്ത് എൻ്റെ അപ്പൻ പറയുന്നു അല്ല. പ്രൈസ് ദി ലോർഡ്. അല്ല. എനിക്കറിയില്ല, കഴിഞ്ഞ രാത്രി വരെ നമ്മൾ ഇന്നലെ പിക്നിക്കിലിരിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് പോകുന്ന യാത്രയിലുമൊക്കെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ദൂത വളരെ വ്യത്യസ്തമായൊരു ചിന്തയായിരുന്നു. എന്നാൽ കഴിഞ്ഞ രാത്രിയിലും ഈ പ്രഭാതയാമത്തിലും പരിശുദ്ധാത്മാവ് പറഞ്ഞു, അല്ല കുഞ്ഞെ, ഇന്ന് പകൽ കടന്നു വരുന്ന ദൈവജനത്തോട് നീ വിളിച്ചു പറയേണ്ട ദൂത് ഇത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചിലർ മതി എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഞാൻ പ്രവർത്തിക്കുവാൻ തയ്യാറാ. ഞാൻ അവരോട് പറയുന്നൊരു ദൂതുണ്ട്, അല്ല. എത്ര പേർ ഒന്ന് പകൽ ഏറ്റെടുക്കും? കുഞ്ഞെ, നിന്റെ സകല ബുദ്ധിയും കൊണ്ട് ചിന്തിച്ചാൽ നിനക്ക് ഇത്രേ പറ്റൂ. നിന്റെ സകല ബുദ്ധി കൊണ്ടും, നിന്റെ സകല കഴിവ് കൊണ്ടും, നിന്റെ സകല ബാങ്ക് ബാലൻസ് കൊണ്ടും, നിന്റെ സ്ട്രെങ്ത് കൊണ്ടും നിനക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ബൗണ്ടറി ഇവിടെയാ. പക്ഷെ എൻ്റെ അപ്പൻ പറയുന്നു അതല്ല നിന്നെ കുറിച്ചുള്ള എൻ്റെ പദ്ധതി. എത്ര പേർ നേറ്റെടുക്കും? തലമുറകളെ ചേർത്ത് പിടിച്ചിട്ട് പറ, എൻ്റെ തലമുറയ്ക്ക് ഒരു പക്ഷെങ്കിൽ ഇത്രയേ ഉള്ളൂ അവരുടെ എഡ്യൂക്കേഷൻ, പ്രൈസലോ, ഇത്രയേ ഉള്ളൂ അവരുടെ സ്ട്രെങ്ത്, ഇത്രയേ ഉള്ളൂ അവരുടെ നോളജ്, അതുകൊണ്ട് ലിമിറ്റ് ചെയ്യരുത്. എൻ്റെ കർത്താവ് പറയുന്നു ഇല്ല, ഞാൻ അതിന് മുകളിലായി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അബ്രഹാമെ, നിന്നോട് വാഗ്ദത്തം ചെയ്തത് ഇസ്മായേലിനെ കൊണ്ട് തൃപ്തിപ്പെടുവാനല്ല, എനിക്കായി ഒരു വാഗ്ദത്ത സന്തതിയെ പുറത്തു കൊണ്ടുവരുവാൻ, കാൽവറിയിൽ അറുക്കപ്പെടുവാനായി എൻ്റെ കർത്താവ് തന്റെ സ്വന്തം മകനെ, പ്രൈസ് ദി ലോർഡ്, ഈ ഭൂമിയിൽ അയക്കുമ്പോൾ അവന് നിഴലായി പഴയ നിയമത്തിൽ ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്, അത് നിന്നിൽ നിന്ന് പുറപ്പെട്ടേ മതിയാകത്തുള്ളൂ. ദൈവവേദന ഈ ദേശത്ത് എന്നെയും നിങ്ങളെയും ആക്കി വെച്ചത് ലിമിറ്റ് വെച്ചുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ലിമിറ്റ് വെച്ചുകൊണ്ടല്ല. പക്ഷെ ആരാ ലിമിറ്റ് ചെയ്യുന്നത്? ഞാനും നിങ്ങളും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. ഇത് നമ്മളോടും പറഞ്ഞതാ. ഞാൻ സർവശക്തിയുള്ള ദൈവമാ. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. ഇനിയും ഈ ലിമിറ്റ്ലെസ് ബ്ലെസ്സിങ്സ് ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നാം ചെയ്യണം. ഓർക്കുക, ദൈവം ഇന്ന് പകൽ കടന്നു വന്ന ദൈവജനത്തോട്, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നീ ഇട്ട ചില ബൗണ്ടറികളെ എൻ്റെ കർത്താവ് അറുത്തു മാറ്റുവാൻ പ്ലാൻ ചെയ്യുകയാ.
പക്ഷെങ്കിൽ അത് നീ നേടിയെടുക്കണമെങ്കിൽ, അത് നിന്റെ ജീവിതത്തിൽ സാധ്യമായി തീരണമെങ്കിൽ നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കണം. ദൈവമക്കളെ, ഇന്ന് ആത്മീയ ഗോളത്തിന് വന്ന ഏറ്റവും വലിയ അപജയം എന്താണെന്നറിയാമോ? ധാരാളം പ്രവചനങ്ങൾ കേൾക്കുന്നുണ്ട്, ധാരാളം വാഗ്ദത്തങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് ശിരസാ വഹിച്ചു കൊണ്ടുപോകും, നല്ല കാര്യമാണ്. പക്ഷെ ഇത് ശിരസാ വഹിച്ചുകൊണ്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ നിന്റെ ജീവിതകാലം മുഴുവൻ നീ കിടന്നാലും ഇത് ലഭിക്കത്തില്ല. ഇതിന് ചില മാനദണ്ഡങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനോട് ചേർത്ത് വെക്കുവാൻ നാം അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, നീ നിഷ്കളങ്കനായി നടക്കണം. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ഇത് വായിച്ച് താഴോട്ട് വരുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അബ്രഹാം പറയുക, ബട്ട് ഇത് മതി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ഇത് മതി. അതിൻ്റെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് 16, 17 ഒന്ന് വായിക്കാം. 16, 17. ഇത് ആരുടെ കാര്യം പറയുന്നറിയാമോ? ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അവനോട് കൂടെ നിഷ്കളങ്കനായി നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ഐഡൻറ്റിറ്റിയെ ചേഞ്ച് ചെയ്തിട്ടാണ് ദൈവം തൻ്റെ വാഗ്ദത്തം അവനിലേക്ക് അയക്കുവാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പുറംപറമ്പിൽ തള്ളപ്പെട്ട് കിടന്ന ആ കൽപ്പാത്രങ്ങൾ അതേപടി എടുത്തു വെച്ച് വെള്ളം കോരി ഒഴിക്കുകയല്ല ചെയ്തത്, പിന്നെയോ അതിനെ എടുത്ത് കഴുകി അതിലേക്ക്, ഹല്ലേലൂയ, വാഴ്ത്തപ്പെട്ടവന്റെ വാക്ക് കേട്ടനുസരിച്ച് അതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ ഇന്നും ചരിത്രകാരന്മാർ ചോദിക്കുന്നു, എപ്പോഴായി വെള്ളം വീഞ്ഞായി മാറിയത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞപ്പോഴാണോ, വെള്ളം കോരി ഒഴിച്ചപ്പോഴാണോ, ഇതും കൊണ്ട് അങ്ങോട്ട് പോയപ്പോഴാണോ? എപ്പോഴായാലും എൻ്റെ അപ്പൻ്റെ വാക്ക് കേട്ട് ശുദ്ധീകരിക്കപ്പെട്ട പാത്രത്തിലേക്ക് ഈ വെള്ളം കോരി നിറച്ച് നീ രുചിച്ചപ്പോൾ അത് ശുദ്ധിയുള്ളതായി, പ്രൈസ് ദി ലോർഡ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നുവെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോൾ സംഭവിക്കുമെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട, അത് സംഭവിക്കും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നടന്നേ പറ്റൂ, അപ്പനോട് ചേർന്ന് നടന്നേ പറ്റൂ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഓർപ്പിക്കുന്ന പോലെ, യൗവനക്കാരോട് ഓർപ്പിക്കുന്ന പോലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം ചെയ്യേണ്ടത് നാം ചെയ്തേ പറ്റൂ. അതിന് ഒരു കോംപ്രമൈസും ഇല്ല. ഇനി എത്ര പ്രവാചകൻ 2 കൈയും തലയെ വെച്ച് പറഞ്ഞു, കുഞ്ഞെ നിന്നെ വാനല്ല തലയാക്കും, എന്തൊക്കെ വേണ്ടേലും പറഞ്ഞോട്ടെ, പക്ഷെ നീ ചെയ്യേണ്ടത് നീ ചെയ്യുന്നില്ലെങ്കിൽ മറുപടിയില്ല, ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വരുമ്പോൾ 17-ാമത്തെ വാക്യം, അപ്പോൾ അബ്രഹാം കവണ്ണു വീണ് ചിരിച്ചു. പ്രൈസ് ദി ലോർഡ്. മതി, കാരണങ്ങൾ പലതുണ്ട്, പക്ഷെ ഇവനൊരു കാര്യം ചെയ്തു, സ്തോത്രം, അപ്പൻ്റെ സന്നിധിയിൽ ഒന്ന് കമണ്ണു വീണു. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവവേദന ഇന്ന് പകൽ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചം നിങ്ങളോട് പറയാം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവസന്നിധിയിൽ ഒന്ന് വീണ് കിടന്ന് കരയുവാൻ തയ്യാറാകുമോ? ഈ ദിനങ്ങളിൽ നാം ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കേവല പ്രാർത്ഥന കൊണ്ടോ, പ്രൈസ്, നമ്മുടെ കേവല ആരാധന കൊണ്ടോ, ചില റിച്വൽസിന് വേണ്ടി നാം ചിലതൊക്കെ ചെയ്തു കൂട്ടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്ന് പകൽ അവൻ്റെ സന്നിധിയിൽ അവനോട് കൂടെ ചേർന്ന് നിഷ്കളങ്കതയോട് നിർമ്മലതയോട് ചേർന്ന് നടന്ന്, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ സന്നിധിയിൽ വീണ് കിടന്ന് നീ കരയുവാൻ തയ്യാറായാൽ നിന്റെ മേലുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തെ, പ്രൈസ്, അവന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ മഹത്വത്തെ നിന്നിൽ വെളിപ്പെടുത്തും, നിന്റെ തലമുറയിൽ വെളിപ്പെടുത്തും, നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തും, നീ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവം വെളിപ്പെടുത്തും നിശ്ചയമായും.
40 വർഷമായി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയിൽ കയറി ആ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഈ പ്രാർത്ഥിച്ച യാത്രയിലിടയാക്കി തീർത്തു. കഴിഞ്ഞ 40 വർഷമായി പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. അവസാനം പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥന ചീട്ട് അവർ കീറിക്കളഞ്ഞു. അത് സംഭവിക്കത്തില്ല, ഇനിയും അതേ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് എഴുതി തള്ളിയപ്പോൾ അപ്പം പറഞ്ഞു, മോനെ, this is the time. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കും മറുപടി കിട്ടിയോ. നമ്മളൊക്കെ കുഞ്ഞുനാളിലായിരുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, പപ്പായ്ക്ക് കപ്പയൊക്കെ ഇങ്ങനെ നടും. 2ാമത്തെ ദിവസം നമ്മൾ പോയി അത് പെതുക്കെ പൊക്കി നോക്കും, ഇതിനടി കിഴങ്ങുണ്ടോന്ന്. വേര് പോലും കാണത്തില്ല, പക്ഷെ നമ്മളിങ്ങനെ പൊക്കി നോക്കും, പിന്നെയും കുത്തി അവിടെ വെക്കും. ഞാൻ ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഡാഡി അകത്ത് നിന്ന് നോക്കും, അടിക്കത്തൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതിവനിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, അടിച്ചാലും ഇവനിത് പറിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ദൈവസന്നിധിയിൽ നീ കരയുന്ന കണ്ണുനീര്, നീ നിലവിളിക്കും നിലവിളി, പ്രാർത്ഥനയുടെ മറുപടി നീ പൊക്കി നോക്കണ്ട. അപ്പനത് നിനക്ക് വെളിപ്പെടുത്തി തരും. അവൻ്റെ മഹത്വം നീ കാണും, അവൻ്റെ മഹത്വം നീ കാണും, അവൻ്റെ ധനത്തിന് ഒത്തവണ്ണം നീ കാണും. ഇന്ന് പകലിൽ എൻ്റെ അപ്പൻ്റെ ശക്തിക്ക് ഒത്തവണ്ണം നീ കാണും. മെഡിക്കൽ സയൻസുകൾ നിന്നെ എഴുതി തള്ളട്ടെ, പ്രൈസ് ദി ലോർഡ്, ഇത് കഴിയത്തില്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നിന്നെ എഴുതി തള്ളുന്ന സാഹചര്യത്തിൽ എൻ്റെ അപ്പൻ പറയുന്നു, കുഞ്ഞെ, എൻ്റെ സമയത്തിന് വേണ്ടി നീ എൻ്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ തയ്യാറായ നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ എൻ്റെ ദൈവം വിശ്വസ്തന. അവൻ്റെ സന്നിധിയിൽ കവിണ്ണു വീണ് കരയുവാൻ എത്ര പേർ തയ്യാറാകും? സ്തോത്രം, സ്തോത്രം. 17-18 വാക്യങ്ങൾ ഞാനൊരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. അപ്പോൾ അബ്രഹാം കവിണ്ണു വേണ്ടി ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? ചോദ്യമാ, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? ഇന്ന് പകൽ മറുചോദ്യം ചോദിക്കാതെ അപ്പനിലൊന്ന് വിശ്വസിക്കാമോ? മറുചോദ്യം, ഇതെങ്ങനെ കഴിയുമെന്ന് ചോദിക്കണ്ട. എൻ്റെ ദൈവത്തിന് ഇത് കഴിയും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഈ 3 കാര്യം ചെയ്താൽ മതി. 1, സ്തോത്രം, അവനോട് ചേർന്ന് നടക്കുക. എങ്ങനെ ചേർന്ന് നടക്കുന്ന പ്രിയ പൈതൽ ഇന്ന് പകലിൽ ഓർപ്പിച്ചു. കർത്താവിൻ്റെ അഭിഷേകം ഇന്ന് പകലിൽ ഓർപ്പിച്ചു. എങ്ങനെയാണ് നമുക്ക് അപ്പനോട് ചേർന്ന് നടക്കുവാൻ കഴിയുന്നത്? അവൻ്റെ വചനത്താൽ, അവൻ്റെ വചനം അനുസരിക്കുകയാൽ, പരിശുദ്ധയാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പ്രൈസ് ദി ലോർഡ് മുൻപോട്ട് പോകുന്നൊരു ദൈവ പൈതൽ ഓട്ടോമാറ്റിക്കലി കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുക. അല്ലാത്തതൊന്നും വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഇല്ലാത്ത യാത്രകൾ കർത്താവിനോട് കൂടെയുള്ള യാത്രയല്ലേ അല്ല. എത്ര ബുക്ക് മേടിച്ച് നീ വായിച്ചോ, എത്ര തീസിസ് വേണ്ടി നീ എഴുതിയോ, എത്ര തിയോളജി ക്ലാസ്സുകൾ നീ എടുത്തോ, എൻ്റെ അപ്പനോട് കൂടെ ചേർന്ന് നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് പരിശുദ്ധയാത്മാവതിൽ ക്രിയ ചെയ്ത് നിന്നെ നടത്തുമ്പോൾ മാത്രമേ അവനോട് കൂടെ ചേർന്ന് നടക്കുവാൻ കഴിയത്തുള്ളൂ. ഇനിയും എന്തിനാ കവണ്ണു വീഴുന്നേ അവൻ്റെ സന്നിധിയിൽ? അപ്പ, ഞാൻ ഒന്നുമില്ല, എനിക്കൊന്നിനും കഴിയത്തില്ലെന്ന് പറഞ്ഞ അവൻ്റെ സന്നിധിയിൽ വീണ് കിടന്നിട്ട് പറയുക, അപ്പ, എനിക്കൊന്നും കഴിയത്തില്ല, പക്ഷെ ഞാൻ കിടക്കുന്നത് സകലത്തെയും ഉളവാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാ. ഒന്ന് വീണ് കിടന്ന് കരയാമോ? അങ്ങനെ വീണ് കിടന്ന് കരഞ്ഞവർ ഇന്ന് ഇതിനകത്തിൽ ഇരിപ്പുണ്ടോ മറുപടികളുമായി? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊരു കുഞ്ഞിൻ്റെ ഡെഡിക്കേഷന് വേണ്ടി കർത്താവ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, കുമളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. സ്തോത്രം. മെഡിക്കൽ ഡോക്ടർമാർ മുഴുവൻ പറഞ്ഞു, അമൃത ഹോസ്പിറ്റലിലെ ഉൾപ്പെടെയുള്ള അനേക ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഒന്നടങ്കം പറഞ്ഞു, ഒരു തലമുറ ഇനിയും നിങ്ങൾ ട്രൈ പോലും ചെയ്യരുത്, ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വാർത്ത കേട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ മെഡിക്കൽ ഡോക്ടർമാർ വിധി എഴുതിയതിനെ തള്ളിക്കൊണ്ട് ദൈവം കൊടുത്ത തലമുറയെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനാ ആ കുഞ്ഞും പ്രൈസ് ദി ലോർഡ്, ആ പ്രിയ മകളും മകനും കൂടെ ആ കുഞ്ഞുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നത്. ഇന്ന് മെഡിക്കൽ സയൻസ് അല്ല, ലോകത്തിൻ്റെ സകല നിയമങ്ങളും നിനക്കെതിരെ വിധി എഴുതി വെച്ചിട്ട് പറ, ഇതോടുകൂടി നീ അവസാനിച്ചു, ഇതോടുകൂടി നീ അസ്തമിച്ചു എന്ന് പറയുന്ന സ്ഥാനത്ത് എൻ്റെ അപ്പൻ പറയും, എന്നാൽ ഇത് സാധ്യം.
നീ ലിമിറ്റ് എടുക്കരുത്, നീ ലിമിറ്റ് വെക്കരുത്, നീ ബൗണ്ടറി വെക്കരുത്. സ്തോത്രം. യാതൊരു സാധ്യതയുമില്ലാത്ത ജബ്ബേസ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അപ്പാ, നീ എൻ്റെ അതിരിനെ വിസ്തൃതിയിലേക്ക് വരുത്തുമാറാകണമേ. പേരും കുലവും നോക്കിയാൽ അമ്മയ്ക്ക് പോലും വേണ്ടാത്തവൻ, പ്രൈസലോ, എല്ലാവരാലും ത്യജിക്കപ്പെട്ടവൻ ഇതാ വിളിച്ചു പറയുക, അപ്പാ, നീ എൻ്റെ അതിരിനെ വിസ്തൃതിയിലേക്ക് വരുത്തുമാറാകണമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രൈസലോ. മെഡിക്കൽ സയൻസുകൾ നിന്റെ കയ്യിൽ തന്ന രേഖകളെ അതിൻ്റെ പുറത്ത് കൈവച്ചിട്ട് നിനക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ, മെഡിക്കൽ സയൻസ് എന്തും പറയട്ടെ, ലോകത്തിന്റെ നിയമങ്ങൾ സകലതും പറയട്ടെ, പക്ഷെ ഇന്ന് പകലിൽ ലിമിറ്റ്ലെസ് ആയി, പ്രൈസലോ, എൻ്റെ മേൽ അനുഗ്രഹത്തെ വാരിച്ചെറിയുവാൻ കഴിയുന്ന ഒരപ്പൻ എനിക്കുണ്ട്. അവനത് ഏറ്റെടുക്കുകയാ. സ്തോത്രം, സ്തോത്രം. അവൻ്റെ വീണിൽ കിടന്നിട്ട് പറയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോശഫാത്ത് പ്രാർത്ഥിച്ചതുപോലെ, അപ്പാ, ഈ സൈന്യങ്ങളെ നേരിടുവാൻ എനിക്ക് കഴിയത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല. ഒന്ന് സമ്മതിക്കുവാൻ തയ്യാറ്. നമുക്ക് അത് പറ്റത്തില്ല. നമ്മളിപ്പോഴും മസിലും പിടിച്ച് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, കുതിരയുടെ കൂട്ട് തലയും പൊക്കി ഇങ്ങനെ നിൽക്കുക. കുനിയാൻ പറഞ്ഞ 1 ഇഞ്ച് കുനിയത്തില്ല. നീ സ്വയമായി കുനിഞ്ഞില്ലെങ്കിൽ നിന്നെ കുനിക്കുന്നൊരു ദിവസമുണ്ട്. നാം സ്വയമായി കുനിഞ്ഞില്ലെങ്കിൽ നമ്മളെ കുനിക്കുന്നൊരു ദിവസമുണ്ട്. അത് വേദനയോടുള്ള കുനിക്കലായിരിക്കും. നാം കരയുന്നില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ സ്വയമായി നാം ഇന്ന് പകൽ കരയുന്നില്ലെങ്കിൽ കരയിപ്പിക്കുന്നൊരു ദിനമുണ്ട്. ഞാൻ വളരെ ഭയത്തോടാ ദൈവാത്മാവ് നൽകി ഈ ദൂത് വിളിച്ചു പറയുന്നത്. ഈ ദൂത് എന്നോടാ, എൻ്റെ കുടുംബത്തോടാ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോടാ. ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കർത്താവ് നിന്റെ സ്ഥിതിയെ മാറ്റും. നിശ്ചയമാ 2024 അവസാനിക്കുന്നതിന് മുൻപ് ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്, എൻ്റെ ജോലി സ്ഥലത്ത് സംഭവിക്കുമെന്ന്, എൻ്റെ ആരോഗ്യത്തിൽ സംഭവിക്കുമെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകലിൽ, പ്രൈസ് ദി ലോർഡ്, മതി എന്ന് പറഞ്ഞെടുത്ത് അപ്പൻ പറയുക ഇല്ല. സ്തോത്രം, ഇല്ല. അതിൻ്റെ 21-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും, എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസഹാക്കിനോട് ആകുന്നു. എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസഹാക്കിനോടാകുന്നു. നീ മതി എന്ന് പറഞ്ഞില്ലേ ഒരാളിനെ കുറിച്ച്? ആ ആളിനോടല്ല എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നത്. എൻ്റെ നിയമം ഉറപ്പിക്കുന്നത് ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്തതിൻ്റെ പൂർത്തീകരണത്തോടായിരിക്കും. ഇന്ന് പകലിൽ ചിലതിനെ ചേർത്ത് പിടിച്ചിട്ട് ഇത് മതി എന്ന് പറയുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാ പറയുന്നു, എൻ്റെ വാഗ്ദത്തം അതല്ല. എൻ്റെ വാഗ്ദത്തം അതല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാഗ്ദത്തം അതല്ല. പക്ഷെ നീ അത് കാണും. എൻ്റെ ശാശ്വത നിയമം ഞാൻ നിന്നെ അറിയിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ആ ആ ആ മതി 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 മതി. ഏലിയാവ് ഓടിച്ചെന്ന് മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചുവരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, തീർന്നു, എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞോ? 19:5. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ അതെ. ആ ഇനി എൻ്റെ 15-ാമത്തെ വാക്യം. ആ ആ ആ അതെ.
ഏലിയാവേ, നീ മതി എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഈ കിടപ്പിൽ നിന്റെ അവസാനം ഇവിടെ തരാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. സ്തോത്രം. നീ ചോദിച്ച ചോദ്യത്തിന് മറുപടി അയക്കാൻ വളരെ വേഗത്തിൽ നടക്കും. പക്ഷെ നിന്നോടുള്ള വാഗ്ദത്തം ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനും നിനക്ക് പകരമായി ചില പ്രവാചകന്മാരെ എനിക്ക് വേണ്ടി വേർതിരിക്കുവാനുള്ള അതിശ്രേഷ്ഠമായ ശുശ്രൂഷ ദൈവം നിന്റെ മേൽ നൽകിയിരിക്കുക. ഇന്ന് പകൽ കുഞ്ഞെ, നീയാണോ ബൗണ്ടറി ഇടുന്നത് നിന്റെ ജീവിതത്തിന്? എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, എൻ്റെ പൊന്ന് സഭയോട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നീ ബൗണ്ടറി ഇട്ടിട്ട് പറയുക, ഇതേ ഉള്ളൂ. PSAG ചർച്ചിനോട് അനേകർ നോക്കി പറഞ്ഞേക്കാം, ഇതിനേക്കാൾ അപ്പുറത്തൊരു വളർച്ചയില്ലെന്ന് പറയുന്നിടത്ത് എൻ്റെ അപ്പൻ പറയുന്നു, ചിലതിനെ അഭിഷേകം ചെയ്യുവാൻ, ചിലതിനെ വേർതിരിക്കുവാൻ എൻ്റെ ദൈവത്തിന് നിന്നോട് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. നീ മടങ്ങി വരിക. അതല്ലേ പറഞ്ഞേ? നീ മടങ്ങിപ്പോ. നിന്നോടുള്ള വാഗ്ദത്തം ഇവിടെ അവസാനിക്കുന്നില്ല. നിന്റെ വാഗ്ദത്തം ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനുള്ള വാഗ്ദത്തമാ. പ്രൈസ് ദി ലോർഡ്. നീ മതിയെന്ന് പറഞ്ഞില്ലേ? മതി. ഒറ്റ കാര്യത്തിൽ ഇന്നു മുതൽ നിനക്ക് പകരമായി ഞാൻ ഒരുവനെ കണ്ടു, ഏലിശയെ. ആ വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ ഒരല്പം ഞെട്ടി. നാം ദൈവസനിൽ പറയുന്ന ചില വാക്കുകൾ അപ്പൻ മുഖവിലക്കെടുക്കും. സ്തോത്രം. ഏലിയാവേ, നിനക്ക് ഇനിയും ഓടുവാൻ ആരോഗ്യമുണ്ട്. പക്ഷെ നീ പറഞ്ഞു മതിയെന്ന്. മതി. നിന്റെ പ്രവാചക ശുശ്രൂഷ ഞാൻ തിരിച്ചെടുക്കുന്നു. ഏലിശയെ ആ സ്ഥാനത്താക്കിയ മോശേ, നീ പറഞ്ഞു നീ തടിച്ച നാവുള്ളവനാ, നിനക്ക് പറ്റത്തില്ലെന്ന്. പല പ്രാവശ്യം ഞാൻ നിനക്ക് ആഹ്വാനം തന്നു, നീ കേട്ടില്ല. മതി. നിനക്ക് പകരമായി സംസാരിപ്പാൻ ഞാൻ രാഹരോനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ദൈവസന്നിധിയിൽ വല്ലാതെ നടുങ്ങി. എപ്പോഴൊക്കെയോ അപ്പനോട് മതിയപ്പ, കഴിയത്തില്ലെന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞുങ്ങളോട്, എല്ലാ കുഞ്ഞുങ്ങളും യൗവനക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ചില ടാസ്ക് നിങ്ങളുടെ കരങ്ങൾ വരുമ്പോൾ, എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കുവാനല്ല ദൈവം നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ എൻ്റെ അപ്പന് കഴിയും. അതുകൊണ്ട് മാത്രമാ നിന്റെ മുൻപിൽ ആ ടാസ്ക് എൻ്റെ ദൈവം കൊണ്ട് തന്നത്. പക്ഷെ നിനക്കത് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ വേറൊരുത്തിനെ ആ സ്ഥാനത്ത് തിരഞ്ഞെടുക്കും. പ്രൈസ് ദി ലോർഡ്. നീ ലിമിറ്റ് വെച്ചാൽ എൻ്റെ അപ്പൻ അതിനെ മാറ്റാൻ തയ്യാറാ. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവിക വാഗ്ദത്തങ്ങൾ ഒറ്റ വാക്യം കൂടെ വായിച്ച് നിൽപ്പാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. പറഞ്ഞു വായിച്ചു. ഞാൻ വളരെ വേഗത്തിൽ വായിച്ചോളാം. ഞാൻ വളരെ അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അടുത്ത വാക്ക്, ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട. നമ്മൾ പറഞ്ഞത് എന്തുവാ? ഇത് മതി. കർത്താവ് പറയുന്നത് എന്താ? ഇത് പോരാ. എത്ര പേർ ഇന്ന് പകൽ ഇത് ഏറ്റെടുക്കുന്നു? എത്ര പേർ ഇന്ന് പകൽ ഈ വചനം ഏറ്റെടുക്കുന്നു? ഇത് പോരാ. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് വരെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, കുഞ്ഞെ, നീ ഇടുന്ന ബൗണ്ടറികളെ എൻ്റെ അപ്പന് ഇഷ്ടമല്ല.
ഒരുപക്ഷെ നിൻ്റെ സാഹചര്യങ്ങളെല്ലാം അനുസരിച്ചായിരിക്കാം നീ ചില ബൗണ്ടറി ഇടുന്നേ. അപ്പം പറയുന്നു ഇത് പോരാ. ആ വേദഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഇത് മതി എന്നല്ല നമ്മൾ എന്തെങ്കിലും പറയുമോ? ഈ താഴ് അനേകം കുഴികൾ വെട്ടുവീൻ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇടം നിറഞ്ഞ് കവിയുന്ന ഒരനുഭവത്തിൽ നീ ആയിരിക്കുമ്പോൾ ഇത് മതിയെന്നല്ല നമ്മൾ പറയത്തുള്ളൂ. നിങ്ങൾ സമ്പത്തിൻ്റെ കാര്യമൊന്നും ചിന്തിക്കരുത് ഇവിടെ. എന്നാൽ അപ്പൻ പറയുന്നു ഇത് പോരാ. ഇന്ന് ഈ 2024 ഓഗസ്റ്റ് മാസം 25-ാം തീയതി കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, എൻ്റെ അപ്പൻ നിന്നെ നോക്കി പറയുന്നു, കുഞ്ഞെ ഇത് പോരാ, ഇത് പോരാ. നിൻ്റെ ആത്മീക ജീവിതം ഇത് പോരാ, നിൻ്റെ തുടർന്നുള്ള നിൻ്റെ വചനധ്യാനം ഇത് പോരാ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒരുപക്ഷെ നീ വിചാരിക്കുന്നതായിരിക്കാം മണിക്കൂറുകൾ, പ്രിയ കുഞ്ഞോർപ്പിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വന്ന് തകർത്തു വാരി പോകുന്നു, ശരിയാ. പക്ഷേ നീ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം പോരാ. കാരണം എനിക്കും നിൻ്റെ മേൽ പകരാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ലിമിറ്റില്ല. ഞങ്ങൾ പ്രൈസ് 2020 കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നാട്ടിൽ പോയപ്പോൾ ചില സാധനങ്ങൾ ഓർഡർ ചെയ്തു. വേറൊരു അഡ്രസ്സിലാണ് അത് വന്നത്. പ്രൈസ് അവിടേക്ക് അയച്ചത്. അവരോട് ചോദിച്ചപ്പോൾ അവിടെ വന്നില്ല. സ്തോത്രം, ഞങ്ങൾ വിട്ടു. ചീപ്പ് സാധനങ്ങളാ. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഈ വർഷം വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു മോൻ അതും കൊണ്ട് വരുന്നു. അവൻ പറഞ്ഞു ഇപ്രാവശ്യം അവിടെ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനം, സ്തോത്രം, ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന ചില നന്മകൾ, ദൈവസന്നിധിയിൽ ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന ചില നന്മകൾ, നിന്റെ പേരും നിന്റെ ഭവനത്തിൻ്റെ പേരും ലേബലും എഴുതിയ നന്മകൾ നീ ഇതുവരെയും ക്ലെയിം ചെയ്യാതിരിക്കുകയാ. അതിനെ ക്ലെയിം ചെയ്യുവാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുകയാ. സ്തോത്രം. അങ്ങനെ ചെയ്തതിനെ ക്ലെയിം ചെയ്തിട്ടാണ് ഈ വർഷം ഈ യാത്രയിൽ ഞങ്ങൾക്ക് മടങ്ങി വരുന്ന അവസാന മിനിറ്റിൽ ദൈവം സാധ്യമാക്കി തരും. ഞാനത് സാക്ഷ്യത്തിൽ ഓർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. പബ്ലിക്കിൽ അത് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? 1 ദിനവൃത്താന്തങ്ങൾ 17-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ചു നിർത്തുന്നു. 1 ദിനവൃത്താന്തങ്ങൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, 17-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. മതി, അത്രയും മതി. 16-ാമത്തെ വാക്യം മുതൽ ഒന്ന് സാവകാശം വായിക്കണേ. അപ്പോൾ ദാവീദ് രാജാവ് അകത്തി എന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? നമുക്കെല്ലാവർക്കും ഇന്ന് പകൽ പറയാൻ കഴിയും, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആര്? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? ദൈവമേ. ഇത് അടുത്ത വാക്ക് പറയുന്നത് ദാവീദല്ല. ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളും നന്മകളും പോരാ എന്ന് കരുതിയിട്ട നീ എന്നെ, എൻ്റെ തലമുറയെ, വരുവാനിരിക്കുന്ന തലമുറയെ ഓർത്തത് കൊണ്ട്, ശ്രേഷ്ഠ പദവിയിൽ എന്നെ ആക്കിയത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, അടിയന് ചെയ്ത ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് എന്താ പറയാനുള്ളത്? ഇന്ന് പകൽ ദൈവവൈതലേ, എന്താ നമുക്ക് പുകഴാനുള്ളത്? നമ്മൾ ഒത്തിരി ഊറ്റം കൊള്ളുന്നവരാ. നമുക്ക് ഉള്ളതിനെക്കുറിച്ച്, നമ്മുടെ ഭവനത്തെക്കുറിച്ച്, കുടുംബ ഹൈറാർക്കി ലീനിയേജിനെ കുറിച്ച്, പ്രൈസ് നമ്മുടെ മറ്റ് പലതിനെക്കുറിച്ചും ദാവീദ് പറയുക, പക്ഷെ എനിക്ക് പുകഴാൻ ഒന്നുമില്ല. നീ എന്നെ മാത്രമല്ല ഓർത്തത്, എൻ്റെ തലമുറകളെ മാത്രമല്ല ഓർത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ കുലത്തിൽ നിന്ന് മാനവജാതിയുടെ രക്ഷകനെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നീ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിനും കരുതലിനും ഞാൻ ഇനിയും എന്താ പറയാനുള്ളത്?
ഒന്ന് വീണ് കിടന്ന് കരഞ്ഞിട്ട് അപ്പനോട് പറയാം, അപ്പ ഇത്രമേൽ എന്നെ സ്നേഹിക്കുവാൻ, ഇത്രമേൽ എന്നെ കരുതുവാൻ, ഇത്രമേൽ എന്നെ മാനിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കണ്ണുനീര് കണ്ട്, എൻ്റെ നിലവിളി കേട്ട് പാപം ചെയ്യാതിരുന്നിട്ടല്ല, തെറ്റുകൾ ചെയ്യാതിരുന്നിട്ടല്ല, പക്ഷെ അതൊന്നും ഓർക്കാതെ വണ്ണം നീ എന്നെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ടോ. സ്തോത്രം. മതി എന്ന് പറഞ്ഞ സ്ഥാനത്ത് പോരാ എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഇത് മതി എന്ന് പറഞ്ഞെടുത്ത് അല്ല എന്ന് പറഞ്ഞ് നിന്റെ സ്ഥിതിയെ മാറ്റി ഇതുവരെ കൊണ്ടുവന്ന ദൈവം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ സഭയോടൊരു ദൂത് പറയുന്നു. വ്യക്തി ജീവിതങ്ങളോട്, കുഞ്ഞുങ്ങളോട്, ഹല്ലേലൂയ ഭവനങ്ങളോട് ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു. സഭയോടൊരു ദൂത് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ലിമിറ്റ് വെക്കരുത്. കർത്താവിൻ്റെ ദാസനെ പ്രിയ, ജെയ്സനെ പ്രിയ, സാംസനൊക്കെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഒരു വിഷയത്തിൽ പ്രൈസ് ദി ലോർഡ് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നിട്ട് എന്തിനെങ്കിലും കാല് വെക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ആയുസ്സിൽ നാം കാല് വെക്കത്തില്ല. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് കാല് വെക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കാലൊരിക്കലും പൊങ്ങത്തുമില്ല, നമ്മളൊരിക്കലും കാല് വയ്ക്കത്തുമില്ല. പക്ഷെ ഇന്ന് പകലിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ എൻ്റെ അപ്പനെ മാറോട് ചേർത്ത് വെച്ചിട്ട് അവൻ്റെ സന്നിധി നിലവിളിച്ചിട്ട് പറ, അപ്പ ഞാൻ വിശ്വാസത്തോടു കൂടെ എൻ്റെ കാലെടുത്ത് വെക്കുകയാ, ചോദ്യം ചെയ്യുന്നില്ല, അങ്ങേക്ക് ചെയ്യുവാൻ കഴിയുന്നതിനെ ചോദ്യം ചെയ്യുന്നില്ല, ഞാൻ കാലെടുത്ത് വെക്കുകയാ എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവ് നിന്റെ കാലിന് ബലം നൽകും. നിന്റെ വിശ്വാസത്തെ എൻ്റെ കർത്താവ് ഓണർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി മാറ്റിത്തരും. അതിലൂടെ ദൈവമഹത്വം എന്നിലൂടെയും നിന്നിലൂടെയും ദൈവം വെളിപ്പെടുത്തും. അങ്ങനെയാ അവൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തുന്നത്. അവൻ്റെ മഹത്വത്തിന് തക്കവണ്ണം, അവൻ്റെ ധനത്തിനൊത്തവണ്ണം ഇന്ന് പകലിൽ എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ അപജയങ്ങളെ മാറ്റിയിട്ട് എൻ്റെ കർത്താവിനെ ജയത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ വിശ്വസ്തയോടെ നയിക്കുവാൻ, അവൻ്റെ സന്നിധിയിൽ ഒന്ന് കവിണ്ണ് വീണ് കരയുവാൻ, നിലവിളിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നാം അടുത്ത ആഴ്ചയിൽ ഈ ആരാധനാലയത്തിൽ കടന്നു വരുന്നത് ചില സാക്ഷ്യങ്ങളോടുകൂടെ ആയിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു അടുത്ത ആഴ്ച എൻ്റെ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്നെങ്കിൽ, ജീവനോട് എന്നെ ഈ ഭൂമിയിൽ ശേഷിപ്പിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ തക്കവണ്ണം ചില ജീവനുള്ള സാക്ഷ്യമായി അവൻ എന്നെ ഈ ആലയത്തിൽ കൊണ്ടുവരും. വിശ്വസിക്കുന്ന ദൈവമക്കളെ, അവനെ മാറോട് ചേർത്ത് വയ്ക്കാം. മറ്റെല്ലാവരെയും തള്ളിക്കളഞ്ഞിട്ട് അപ്പനെ മാറോട് ചേർത്ത് വെക്ക. അവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല, അവൻ നമ്മളെ കൈവിടത്തില്ല, അവൻ നമ്മുടെ മുഖത്തെ ആദരിക്കും. ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ച ദൈവം നമ്മുടെ മുഖത്തെ ആദരിക്കും. അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം, അവന്റെ മുഖത്തേക്ക് നോക്കാം, അവനിൽ ചാരാം, അവന്റെ സന്നിധിയിൽ വീണ് കിടന്ന് കരയാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും.